നീ എന്താ മിണ്ടാത്തത്? വിളിച്ചത് കേട്ടില്ലേ? ദേവമ്മ തലകുലുക്കി. 3-4 ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഇന്ന് എനിക്കൊന്ന് ഉറങ്ങണം. ഉറക്കത്തിൽ ആര് വന്ന് വിളിച്ചാലും എന്നെ ഉണർത്തരുത്. 2 നാഴികയ്ക്കുള്ളിൽ ചിലർ എന്നെ കാണാനെത്തും. എത്ര അത്യാവശ്യമാണേലും വിളിക്കരുത്, കേട്ടല്ലോ? എന്തോ സൂചന മുൻകൂട്ടി ലഭിച്ചാൽ എന്നോണം വൈനിതയും തിരുമേനി പറഞ്ഞു. ദേവമ്മയുടെ നെറ്റിയിൽ ചുളിവുകൾ. നിസ്സഹായതയുടെ മിഴികൾ ഭർത്താവിന്റെ മുഖത്തു തന്നെ നട്ട് അവർ നിന്നു. പാൽക്കഞ്ഞി എടുത്തു വയ്ക്ക്, ഉത്തരവാണ്. വൈനിതയൻ കയ്യും തിരുമി ഊട്ടുപുറയിലേക്ക് നടന്നു. തീർന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ സംഭാഷണം. ദേവമ്മ അടുക്കളക്കെട്ടിലേക്ക് നടന്നു. അവരുടെ മിഴികൾ നിറഞ്ഞത് തിരുമേനി കണ്ടതേയില്ല.